ശബ്ദത്തിലേക്ക് സ്വാഗതം. മദ്യ കമ്പനികൾക്ക് സർക്കാരിൻ്റെ വെള്ളമുറപ്പ്. കേരളത്തിൽ പല കണക്ഷനുകൾ സാധാരണക്കാരന് സൗജന്യമായി ലഭിക്കേണ്ട ജലം ലഭിക്കാതെ വന്നപ്പോൾ പൈസ കൊടുക്കുവാൻ കഴിയാതെ പല 4 ലക്ഷത്തിൽ പരം കണക്ഷനുകളാണ് ഇന്ന് കേരളത്തിൽ വിച്ഛേദിക്കപ്പെട്ടത്. അങ്ങനെ ദാരിദ്ര്യത്തിലിരിക്കുന്ന ജനത്തിനെ സംരക്ഷിക്കുന്നതിന് പകരം, അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ടതിന് പകരം, മദ്യപാനികളെ വീണ്ടും മദ്യപത്തരാക്കുന്നതിന് വേണ്ടിയും മദ്യപാനികൾ കുടുംബത്തിലേക്ക് ശേഖരിക്കുന്ന ബാക്കി തുണ, ഒരുത്തൻ ജോലി ചെയ്തിട്ട് അന്ന് കിട്ടുന്നതിൻ്റെ ഒരു വീതം മാറ്റിവെച്ച് അവൻ മദ്യപിക്കുമ്പോൾ നാളെ അത് മുഴുവൻ മദ്യപിച്ച് തീർക്കുന്നതിന് വേണ്ടി സർക്കാർ മദ്യ കമ്പനി കേരളത്തിൽ കൊണ്ടുവരികയാണ്. മറ്റ് ഗോവയിലും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും മദ്യത്തിന് വില കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം മദ്യത്തിന് 4 ഇരട്ടിയും 10 ഇരട്ടിയും വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരനെ അടിച്ചേൽപ്പിക്കുന്ന, മദ്യപിപ്പിക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ നയം ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു മദ്യക്കുപ്പി വാങ്ങുവാൻ പോകണമെങ്കിൽ അവിടെയും ഒരു 10 രൂപയോ 5 രൂപയോ കൊടുത്ത് ഒരു കവർ വാങ്ങേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന ഈ സർക്കാർ, ഈ 26 ഏക്കർ സ്ഥലമാണ് ഈ മദ്യ കമ്പനി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലുള്ള ഒരു തട്ടിപ്പ് വ്യാപാരിക്ക് ഈ മദ്യ കമ്പനി തുടങ്ങുവാൻ പല കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട, പല കേസുകൾ നടക്കുന്ന ഈ വ്യക്തിക്ക് കേരളത്തിൽ കമ്പനി സ്ഥാപിക്കുവാൻ അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഈ സാധാരണ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷമായാലും ആരുമായാലും ഞങ്ങളുടെ സാധാരണക്കാരൻ്റെ അനുമതിയോട് കൂടിയാണോ ഇത് ചെയ്തത്? ജനാധിപത്യം എന്ന് പറയുന്നതിന് ജനങ്ങളുടെ ഐക്യത്തിലും ചേർന്ന് നിന്നുകൊണ്ട് അവർ പറയുന്ന വാക്കുകൾക്കാണ് പ്രാധാന്യത കൽപ്പിക്കണം. മറിച്ച് സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ തീരുമാനിച്ചുകൊള്ളാം, ഞാൻ ചെയ്ത ഏകാധിപത്യ ഭരണമെന്ന രീതിയിൽ സാധാരണ ജനയെ പട്ടിണിയിലാഴ്ത്തുന്ന പട്ടിക്ക് തുല്യമായി കണ്ടുകൊണ്ട് വീണ്ടും മദ്യ കമ്പനി കേരളത്തിൽ സ്ഥാപിക്കുവാൻ സർക്കാർ അനുമതി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ വളരെ മ്ലേച്ഛകരമാണ്. ഈ 26 ഏക്കറാണ് ഇവർക്ക് കൊടുത്തത്. ഈ 26 ഏക്കറിൽ കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക്, അരിയോ നെല്ലോ ഗോതമ്പോ പച്ചക്കറികൾ കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് സർക്കാർ ആ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ, അതുമാത്രമല്ല 600 കോടിയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. സർക്കാർ കൊടുക്കാമെന്നും അല്ലാതെ ലോണ് മുഖേന കൊടുക്കാമെന്നും അങ്ങനെ പല രീതിയിൽ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുന്നിൽ സാധാരണക്കാരന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മദ്യശാലയിലാണോ ജോലി കൊടുക്കുന്നത്? വലിയ കാര്യം തന്നെ അത്. മദ്യശാലയിൽ ജോലി കൊടുക്കുന്നത് കൂലിവേലക്കാരനായി മാറ്റി നിർത്തുന്ന മലയാളികളെ ഞാൻ ഉൾപ്പെടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ആ സർക്കാർ എന്നെ എല്ലാം ഒരു മദ്യശാലയിലെ കമ്പനിക്ക് ഒരു തൊഴിലാളി എന്ന രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്ന ഈ നിലപാട് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ 26 ഏക്കറിൽ സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി 600 കോടി വേണ്ട, അതിൻ്റെ പകുതി 1/4 ഭാഗം മതി സർക്കാർ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ കൃഷി ചെയ്യുവാൻ. അത് ഗോതമ്പോ നെല്ലോ അരിയോ പിന്നെ പച്ചക്കറികളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുവാനിട വരും, സാധനങ്ങൾക്ക് വില കുറയുവാനിട വരും. അതുപോലെ തന്നെ അനേക കൃഷി ചെയ്യുന്നവർക്ക് സമ്പത്തും ഉണ്ടാക്കുവാൻ ഇടവരും. ഇതൊന്നും ചെയ്യാതെ മറിച്ച് അത്രയും സ്ഥലം മദ്യശാലകൾക്ക് ഒഴുക്കി കൊടുക്കുന്ന നിലപാട് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പറയുക. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. ഇന്ന് വളരെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാനുള്ള കാരണം, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകൾ കാണുമ്പോൾ കേരളത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ആരും ആരോട് യാതൊരുവിധ വ്യക്തിഗത ബന്ധങ്ങളോ മാനസിക ബന്ധങ്ങളോ ആത്മീയ ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യനെ കൊന്നൊടുക്കുക, സ്വന്തം കാര്യം നേടുക, ഏത് വിധേയും ഞാൻ രക്ഷപ്പെട്ടാൽ മതി, ജനം എങ്ങനെ നശിച്ചു പോയാലും വേണ്ടിയില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാടോ എന്നൊരു ചോദ്യമാണ് ഇന്നെനിക്കുള്ളത്. ഒന്ന്,